ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരവി ഇട്ടിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ ആദ്യം വരുന്നവർക്കൊക്കെ എടുത്ത് പെട്ടെന്ന് കൊടുക്കാമല്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പൊട്ടുകടല, ചെറിയ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂട്ടി ഒന്ന് അരച്ചതിന് ശേഷം ചട്നി ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കൾ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. 2-3-4 പ്രാവശ്യം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളമൊക്കെ ഓരോ ബക്കറ്റാക്കിയിട്ട് ബക്കറ്റിൽ ഒഴിച്ചിട്ട് ഞാൻ ഓരോ തൈയിൻ്റെ ചുറ്റിലും കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. എന്താ പറയുക, നമ്മളെ പുറത്തുള്ള ഒരുവിധം തൈകളൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അവരുടെ ആ ചില്ലകളിലേക്കും ലീഫിലേക്കൊന്നും വെള്ളം കിട്ടില്ലല്ലോ. മഴ പെയ്താൽ തന്നെ അവരുടെ ആ ദാഹം തീരുള്ളൂ. എങ്കിലും നമ്മളത് കളയണതിന് വേണ്ടിയിട്ട് ഓരോ മരച്ചുവട്ടിലും കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബീഫും ചിക്കനും എന്ത് കഴുകുകയാണെങ്കിൽ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നന്നായി വെള്ളം ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ ബക്കറ്റിലെ വെള്ളവും ഓരോ മരത്തിൻ്റെ ചുവട്ടിലും കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം നിന്ന് ഞാൻ അതിലേക്ക് നോക്കി നിൽക്കും കേട്ടോ. എന്താ പറയുക, ഒരുപാട് സങ്കടം വരാറുണ്ട്. അത്രയും ചൂട് കാരണമാണല്ലോ ഓരോ കൊമ്പുകളൊക്കെ ഉണങ്ങി നിൽക്കണ കാണുമ്പോൾ. ഇത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അല്ലേ. നമുക്ക് നല്ലൊരു മഴ വർഷിക്കാൻ ദൈവം പെട്ടെന്ന് നമുക്കൊക്കെ മഴ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കൊരു പാവമല്ലേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, മഴ പെട്ടെന്ന് കിട്ടട്ടെ. ഇങ്ങനെ ചിക്കനൊക്കെ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഉപ്പും എരിവൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഉപ്പും എരിവും ഒക്കെ ചേരാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി ഞെരടി കൊടുക്കണം കേട്ടോ. പിന്നെ വിറകടുപ്പിലാണ് ഇത് പാകം ചെയ്യുന്നത്. നമുക്ക് വിറക് എന്താ പറയുക, ഒരുപാടങ്ങ് ഗ്യാസ് ലാഭിക്കാനൊക്കെ പറ്റും കേട്ടോ. എന്തായാലും നല്ല വെയിലാണ്, വിറകൊക്കെ അത്യാവശ്യം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ. ഗ്യാസും അതുപോലെ തന്നെ കറണ്ടിന് തന്നെ ഒരുപാട് അങ്ങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബില്ലൊക്കെ. ഫാനൊക്കെ ഇട്ടിട്ട് നല്ല ചൂടാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അടി പിടിക്കാതെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ബിരിയാണിയിലേക്കുള്ള സവാളയും ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ശരിയാക്കി വെക്കാം കേട്ടോ. ചെറിയ ഉള്ളി കുറച്ചധികം ഇടുന്നുണ്ട്. അതുപോലെ സവാളയും
ഒക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. തക്കാളിയും എല്ലാം കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റോടു കൂടി നമുക്കുള്ള ബിരിയാണി ശരിയാക്കാനാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് അരക്കണമൊന്നുമില്ല. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും കറുവപ്പട്ടയും അതിലുള്ള മസാല കൂട്ടുകളൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഗരം മസാല എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നന്നായി നരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അധികമായിട്ടുണ്ട്. നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ല പച്ചമണം പോകുന്ന വരെ വഴറ്റി, എന്താ പറയുക, പച്ചമണം ഉണ്ടായ ബിരിയാണിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കണം. സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒരുവിധം ആയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നായി കിട്ടാനാണ്. ആ സമയത്ത് നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറുനാരങ്ങ നീരും നെയ്യും കൂടെ ഇട്ട് ഉപ്പും പാകത്തിനാക്കി നന്നായി നമ്മൾ പാകത്തിനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ പോലെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഊറ്റിയെടുക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ മൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ നന്നായി പിന്നെയും വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമണം നന്നായി പോകണം. എന്താ പറയുക, തക്കാളിയും ഒക്കെ നന്നായി പേസ്റ്റ് രൂപത്തിലായി കിട്ടണം. നല്ല അടിപൊളി ബിരിയാണി ആകണമെങ്കിൽ തലശ്ശേരി ബിരിയാണിയാണോ പാലക്കാടൻ ബിരിയാണിയാണോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ വന്ന് കളിയാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് തലശ്ശേരി ബിരിയാണിയാണോ പാലക്കാടൻ ബിരിയാണിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറുപ്പശ്ശേരി ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് കളിയാക്കി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ബിരിയാണി അടിപൊളിയാക്കണം. അതിന് വേണ്ടി നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ എന്തായാലും നമ്മൾ പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ടോ. ചിക്കനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ 5 മിനിറ്റ് കൊണ്ട് നമ്മളെ നെയ്ച്ചോറ് വെന്ത് കിട്ടും കേട്ടോ.
ചോറൊക്കെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണില്ല കേട്ടോ, ഒന്ന് മൂടി വെക്കുകയാണ്. അത് ഫുള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായി അതിലും വലുതായ ഒരു അടപ്പും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് മുകളിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നന്നായി ചൂടായ പെട്ടെന്ന് ബിരിയാണി വെന്ത് കിട്ടും കേട്ടോ. ബിരിയാണി ദമ്മിടുക എന്നൊക്കെ പറയല്ലേ. നല്ല സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെറുപ്പശ്ശേരി ബിരിയാണി. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.